ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ തമ്പ്നെയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത്. ഇന്ന് എൻ്റെ മോളുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. എനിക്ക് എന്തുമാത്രം സന്തോഷമുള്ള ദിവസമാണ് ഇന്നത്തെ എന്നുള്ളത് പറഞ്ഞറിയിക്കാൻ വയ്യ. അത്രയ്ക്ക് സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു ഇന്ന്. അതായത് എൻ്റെ കുട്ടി എൻ്റെ കൂടെ വന്നിട്ട് 1 ഇയർ കംപ്ലീറ്റ് ആവുന്ന ദിവസമാണ്. അപ്പം ചെറിയൊരു ബർത്ത്ഡേ സെലിബ്രേഷനേ ഉള്ളൂ, വലിയ കാര്യമായിട്ടൊന്നുമില്ല, നമ്മുടെ വീട്ടിൽ തന്നെയാണ്. അപ്പം ഞാനും ബ്രദറും കൂടി ഡെക്കറേഷനൊക്കെ ചെയ്യാമെന്ന് വെച്ചു. ഇത് നമ്മൾ ഡെക്കറേഷൻ്റെ സെറ്റ് ഉണ്ടല്ലോ, ഞാൻ കൊമേഴ്ഷ്യൽ ഷോപ്പിൽ നിന്ന് വാങ്ങിയതായിരുന്നു. വളരെ അഫോർഡബിൾ റേഞ്ചിൽ ചെയ്തെടുക്കാൻ പറ്റിയൊരു ഡെക്കോറാണ്. ഇതിൽ തന്നെ ഈ കർട്ടൻസ്, അതുപോലെ ബലൂൺസ്, പിന്നെ ഹാപ്പി ബർത്ത്ഡേ കാർഡ്സ്, ഇതൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ കിട്ടും. പിന്നെ പോസ്റ്റർ ഒരെണ്ണം ഞാൻ പുറത്ത് ചെയ്യിപ്പിച്ചതായിരുന്നു. അപ്പോൾ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ താഴത്തെ പിള്ളേരും എല്ലാവരും കൂടിയിട്ടായിരുന്നു ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ചെറിയൊരു ടൈം ലാപ്സിലുള്ള വീഡിയോ എടുത്തിട്ടുണ്ട്. മുഴുവനൊന്നുമില്ല, കുറച്ചൊക്കെ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഒരു 11-11:30 കേക്ക് കട്ടിങ് എന്നുള്ളൊരു പ്ലാനിലായിരുന്നു. കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു സലീന എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചേച്ചിയുടെ അടുത്തായിരുന്നു. പിന്നെ ഡെക്കറേഷൻ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ തന്നെയാണ്, അല്ലാണ്ട് നമ്മൾ ഇവൻറ്റ് മാനേജ്മെൻറ്റിനെ ഒന്നും ഏൽപ്പിച്ചിട്ടൊന്നും അല്ല ചെയ്തിട്ടുണ്ടായിരുന്നത്. പറഞ്ഞല്ലോ ചെറിയൊരു സെലിബ്രേഷനാണ്. നമ്മൾ ക്ലോസ് ആയിട്ടുള്ള നമ്മുടെ ആളുകളും ഒക്കെ ആയിട്ടുള്ളൊരു സെലിബ്രേഷനായിരുന്നു. അപ്പോൾ അങ്ങനെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ ഞങ്ങൾ ചെയ്ത് തീർത്തു. തലേന്ന് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല, രാവിലെയാണ് ചെയ്തത്. ഇതുപോലത്തെ കർട്ടൻസും ഇപ്പം ഞങ്ങൾ ഓർക്കും ഇതെന്തൊന്നും കാണുന്നില്ലല്ലോ എന്ന് വെച്ചാൽ ഞങ്ങൾ താഴെ ഇരുന്ന് ബലൂൺ വീർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗമാണത്. ഫുൾ വീഡിയോ കാണിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ലെങ്തായി പോകും വീഡിയോ എന്നുള്ളത്. അപ്പം നമ്മൾ ഹാപ്പി ബർത്ത്ഡേ കാർഡൊക്കെ എങ്ങനെയൊക്കെ തൂക്കണം എന്നൊക്കെ ഉള്ളത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഡുഡു ആണെങ്കിൽ പമ്പടിച്ചിട്ട് ബലൂൺ വീർപ്പിക്കാൻ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. കാരണം ബലൂൺ വീർപ്പിക്കുന്ന ടൈപ്പ് ഒരു പമ്പ് ഇപ്പോൾ അവൈലബിൾ ആണല്ലോ, അത് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവരെന്നോട് പറഞ്ഞിരുന്നത് നമ്മൾ സൈക്കിളിൻ്റെ കാറ്റടിക്കുന്ന പമ്പ് വെച്ചിട്ട് ബലൂൺ വീർപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു 50 അടി അടിച്ചിട്ട് പോലും ബലൂൺ വീർക്കുന്നുണ്ടായിരുന്നില്ല. സോ അങ്ങനെ ഇതായിരുന്നു നമ്മുടെ ഫൈനൽ ഡെക്കറേഷൻ എന്ന് പറയണത്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? വളരെ അഫോർഡബിൾ ആയിട്ടുള്ളൊരു റേഞ്ചിൽ ചെയ്തെടുത്തിട്ടുള്ളൊരു ഡെക്കോറായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇത്ര എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാ വന്നു നമ്മുടെ ബർത്ത്ഡേ ഗേൾ. ഇതാണ് ബർത്ത്ഡേ ഗേൾ, മൈ ഡോട്ടർ. ആളുടെ പേര് ദ്വിതി എന്നാണ്. ആ പേര് കാര്യം 2 അക്ഷരമേ ഉള്ളെങ്കിലും ആൾക്കാർക്ക് ഭയങ്കര ടഫാണ് ആ പേര് വിളിക്കാൻ എന്നാണ് പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ദ്വിതി എന്നുള്ള പേര് ഭയങ്കര പാടാണ്. സോ ഇതാണ് നമ്മുടെ ഡെക്കോർ എന്ന് പറയണത്. ആൾ ഭയങ്കര ഹാപ്പിയാണ് എല്ലാവരെയൊക്കെ കണ്ടപ്പോഴത്തേക്കും. അവൾക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് കാണുന്നതൊക്കെയാണ് ഇഷ്ടം എന്ന് പറയണത്. അങ്ങനെ നമ്മുടെ കേക്ക് ഇതായിരുന്നു. 2 ടയർ ആയിട്ടുള്ള 1.5 kg ഒരു ബട്ടർ സ്കോച്ച് ഫ്ലേവറിലുള്ള കേക്കായിരുന്നു. കേക്കിൻ്റെ കാര്യം ഒന്നും പറയാനില്ല, എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ചേച്ചിക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട്, എനിക്ക് മാത്രമല്ല വന്ന എല്ലാവർക്കും തന്നെ കേക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ സാധനം ഉണ്ടല്ലോ, ഈ സംഭവം സത്യത്തിൽ ഔട്ട് ഓഫ് ഫാഷൻ ആണെങ്കിൽ പോലും എനിക്ക് കണ്ടപ്പോൾ ഉള്ളൊരു ക്യൂരിയോസിറ്റിയിൽ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നതായിരുന്നു. ഈ വിടർന്ന് തന്നെ ക്യാൻഡിലിൻ്റെ സംഭവം. കാര്യം അത് പഴയ ഇതാണ്, എന്നാലും എന്നിട്ട് ഇതെനിക്ക് കുറേ നേരം കത്തിയിട്ട് ഇത് വിടരാഞ്ഞപ്പോൾ ഞാൻ ഓർത്തിന് വിടരത്തില്ലേ, അങ്ങനെയൊക്കെ ഓർത്ത് ഭയങ്കര കമൻറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഒറിജിനൽ വോയിസ് കേൾപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ അവിടെ ആൾക്കാർ എന്നെ കളിയാക്കി കൊണ്ടേയിരിക്കുകയാണ്. ഭയങ്കര കമൻറ്റിങ് കാര്യങ്ങളും അതുപോലെ തന്നെ ഭയങ്കര വോയിസാണ്. അതുകൊണ്ടാണ് ഞാൻ ആ വോയിസ് ഒന്നും ഇടാത്തതെന്ന് പറയണത്. എന്തായാലും കേക്ക് കട്ടിങ് കഴിഞ്ഞ് ആൾക്ക് ഭയങ്കര ജാടയായിരുന്നു കേട്ടോ. ഒന്ന് ചിരിക്കുന്ന പോലും ഉണ്ടായിരുന്നില്ല അവൾ. കേക്കാണെങ്കിൽ കൊടുത്തിട്ട് കഴിക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യം എല്ലാം പുള്ളിക്കാർക്ക് ഭയങ്കര ഇതാണ്, അതൊന്നും ഇഷ്ടപ്പെടാനായിട്ട് കുറച്ച് താമസമുണ്ട്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. അവൾക്കായിട്ട് വായിച്ച് വെച്ച് കൊടുക്കുന്നത് മുഴുവൻ ഞാൻ കഴിക്കുമായിരുന്നു. പിന്നെ 1 വയസ്സല്ലേ ആയിട്ടുള്ളൂ, ഒരുപാടൊന്നും കേക്കൊന്നും കഴിക്കാൻ പറ്റില്ല. ഇപ്പം നിങ്ങൾ വീഡിയോ കാണുമ്പോഴത്തേക്ക് കുറയ്ക്കൂ ഇത്രയും പേരെന്തിനീ കുഞ്ഞിൻ്റെ വായി കൊണ്ട് കേക്ക് തന്നെ ആരും ഒന്നും വെക്കുന്നില്ല. ജസ്റ്റ് അവർ ആ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് തോണ്ടി വെച്ചിട്ട് പോകുന്നേ ഉള്ളൂ, അല്ലാണ്ട് വായിലൊന്നും ഒത്തിരി കേക്കൊന്നും വെച്ച് കൊടുക്കുന്നുണ്ടോ ഉണ്ടായിരുന്നില്ല. പിള്ളേരൊക്കെയാണ് കുറേശ്ശെ പീസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. ആ ഉള്ളിലുള്ള സ്പോഞ്ച് പാർട്ട് ഉണ്ടല്ലോ, അതാണ് കൊടുത്തിട്ടുണ്ടിരുന്നത്. ക്രീമൊന്നും ആരും കൊടുക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാവരും ഒക്കെ തന്നെ ഇത്രയും പേരൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാണ്ട് ഒരുപാട് പേരുടെ വലിയ ഫംഗ്ഷനൊന്നുമല്ല, നമ്മുടെ വീട്ടിൽ വെച്ച് ചെറിയ രീതിക്ക് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് കസിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഫുഡും പുറത്തുനിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ചിക്കൻ ബിരിയാണി ആയിരുന്നു. സോ എല്ലാവരും കൂടി അതൊക്കെ കഴിച്ചു. പിന്നെ അവളുമായിട്ട് അവൾക്ക് ഗിഫ്റ്റൊക്കെ കിട്ടി. അപ്പോൾ ഗിഫ്റ്റിൻ്റെയൊക്കെ ഒരു അൺബോക്സിങ് വീഡിയോ ഞാൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്ന കുറേ ഫ്രോക്സ് കിട്ടി, പിന്നെ കുറച്ച് ജ്വല്ലറീസ് കിട്ടി. അതിലൊക്കെ ഏറ്റവും എന്നെ ഭയങ്കര അത്ഭുതപ്പെടുത്തിയ സാധനം, ഇവർക്ക് കുറേ ടോയ്സ്,
അതായത് കാറൊക്കെ ഉണ്ടല്ലോ, കാറ്, സൈക്കിള്, അങ്ങനത്തെ പല പല, അതുപോലെ ഈ മറ്റേ എന്താണ് ഡക്ലിംഗ് ചെയറിൻ്റെ ആ ഒരു പാറ്റേണിൽ ഇങ്ങനെ ആടി കളിക്കുന്ന ടൈപ്പ് ഒരു ഡ്രാഗണിൻ്റെ സംഭവം. സത്യം പറഞ്ഞാൽ ഇത് വെക്കാനുള്ള സ്ഥലം വീട്ടിലില്ല എന്നുള്ളതാണ് അതിലും വലിയൊരു ഒരു ഇതെന്ന് പറയണത്. അങ്ങനെ കുറേയൊക്കെ കിട്ടി. ഞാൻ ഓർത്തില്ല കേട്ടോ ഇത്രയൊക്കെ ഗിഫ്റ്റൊക്കെ ഇവരൊക്കെ കൊണ്ടുത്തരും എന്നുള്ളത്. ഭയങ്കര സന്തോഷമായി, അവൾക്കും ഭയങ്കര സന്തോഷമായി എല്ലാവരെയൊക്കെ കണ്ടപ്പോഴത്തേക്കും. അങ്ങനെ മൊത്തത്തിൽ എന്താ പറയുക, ഭയങ്കര ഒരു സന്തോഷമുള്ള ദിവസം. നമുക്കറിയാം നമ്മുടെ കുഞ്ഞിൻ്റെ ഒരു ആദ്യത്തെ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഭയങ്കര സ്പെഷ്യലാണ്. അപ്പോൾ അതെല്ലാവരും കൂടി വന്ന് ഒന്നും കൂടി എനിക്ക് സ്പെഷ്യൽ മൊമെൻ്റ് ആക്കി തന്നു. ആളാണെങ്കിലും ഭയങ്കര ഹാപ്പി ആയിരുന്നു. കസിൻസിനെ കണ്ടപ്പോഴത്തേക്കും, എൻ്റെ കസിൻസ് എല്ലാം ചെറിയ പിള്ളേരാണ്. ഇതൊക്കെയാണ് എൻ്റെ കസിൻസ് എന്ന് പറയുന്നത്. ചെറിയ പിള്ളേരാണ്, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെയാണ്. അപ്പോൾ അവരൊക്കെയാണ് പുള്ളിക്കാരിക്ക് ഭയങ്കര ഇഷ്ടം. അവരൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ വേറെ ആരും വേണ്ട, അങ്ങനെയൊക്കെയാണ് ആൾ. ഈ ഒരു 1ൻ്റെ ബലൂൺ വെച്ചിട്ട് കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാൻ നോക്കിയാൽ എവിടെ നിന്ന്, ഈ ക്രൗൺ ആണെങ്കിലും ക്യാപ്പ് വെച്ചാലും ഒക്കെ പുള്ളിക്കാരി അതൊക്കെ വലിച്ചു പറിച്ചാണ്. ആൾക്കതൊന്നും ഇഷ്ടേ അല്ല. പിന്നെ നമ്മളും ആളെ ഒത്തിരി ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. പിന്നെ ഞാൻ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ഗോൾഡൻ ചെയിനാണ്. അത് ഞാൻ പർച്ചേസ് ചെയ്യാൻ പോകുന്ന വ്ലോഗ് മേ ബി ഒരുമാതിരി എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതായിരുന്നു ചെയിൻ എന്ന് പറയുന്നത്. ഓൾറെഡി ഞാൻ ആ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് ഫ്രോക്സും ഒക്കെയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ആ ഫ്രോക്ക് ഇട്ടിട്ടാണ് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ഡ്രാഗൻ്റെ ഡക്ലിങ്. ഇത് ഡക്ലിങ്ങും ആണ്, അതുപോലെ അല്ലാണ്ട് ചെയ്യാം. പിന്നെ ഞങ്ങളൊരു പോപ്പർ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ആക്ച്വലി കേക്ക് കട്ടിങ്ങിൻ്റെ സമയത്ത് വർക്കായില്ല. അത് ഞങ്ങൾ പിന്നെ എല്ലാവരും കൂടി കുറച്ച് ഫൺ ആക്ടിവിറ്റീസ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ബർത്ത്ഡേ ഫംഗ്ഷൻ അവസാനിച്ചു. ബൈ.